بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين. മാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി അള്ളാഹുവിൻ്റെ കൽപ്പനാനിരോധനങ്ങൾക്ക് വശംവദരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി ജീവിതത്തിൽ പാലിച്ച് ജീവിതത്തിൽ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി നേടി മരിക്കാനിടയാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിൻ്റെ മാസങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമയെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തെ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് എല്ലാ കാലത്തും പ്രസക്തമാണ് എന്നതിനേക്കാളൊക്കെ ഉപരിയായി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട സംഗതിയുമാണ്. ഏകദേശം 2 നൂറ്റാണ്ട് കാലം ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി അള്ളാഹുവിൻ്റെ ചങ്ങാതിയായി ഉയർന്ന മഹാമനീഷിയായിരുന്നു ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതും നമുക്കെല്ലാവർക്കും ബോധ്യവുമുള്ള സംഗതിയാണ്.
ഇതര ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യർക്കുള്ള പ്രത്യേകതയായി അള്ളാഹു പഠിപ്പിച്ചത് വലഖദ് കറംന ബനി ആദം എന്ന്. മറ്റു ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത വിധത്തിൽ മനുഷ്യരെ നാം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അത് മനുഷ്യരിൽ മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും അള്ളാഹു നൽകിയ നിഅമത്താണ്. മുസ്ലിമീങ്ങളാവട്ടെ, നമ്മൾ തൗഹീദുള്ളവരാവട്ടെ, ഇതിൽ നിന്നെല്ലാം അപ്പുറത്ത് പ്രവാചകന്മാരുടെ പാതയിൽ സിറാത്തുൽ മുസ്തഖീമിൽ ഹിദായത്തിൽ നിലനിൽക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയൊരു നിഅമത്ത് ഒരു മനുഷ്യന് കിട്ടാനില്ല. ഹിദായത്ത് ലഭിക്കുക എന്നത് ദുനിയാവിൽ മറ്റെന്ത് ലഭിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. മറ്റെന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായാലും ഹിദായത്തില്ലാതെ പോവുക എന്നാൽ അത് ദുനിയാവിലും പരലോകത്തിലും അപമാനത്തിനും നഷ്ടത്തിനും പരാജയത്തിനും കാരണമാകുന്നതുമാണ് എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ അവന്റെ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവാചകന്മാരുടെ പാതയിൽ ജീവിക്കാനും മരിക്കാനും പ്രവാചകന്മാരോടൊപ്പം സ്വഹാബത്തിനോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുവാനും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ ചെയ്ത ഒരു ജോലി, ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സ്വർഗലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ ഒരു പണി, ഫൈമ യഅ്തിയന്നകും മിന്നി ഹുദ, നിങ്ങൾക്ക് ഞാനൊരു ഹിദായത്ത് നൽകാം. ആ ഹിദായത്തിനെ പിന്തുടരാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 നേട്ടങ്ങളുണ്ടാകും. ഫമൻ ഇത്തബഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ പഠിപ്പിച്ച വഴിയിൽ, എൻ്റെ പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ച വഴിയിൽ, ഞാൻ ഇറക്കിത്തന്ന വേദഗ്രന്ഥത്തിന്റെ പിന്മുറക്കാരായി, പിൻബലക്കാരായി, അനുയായികളായി ജീവിക്കാൻ സാധിക്കുന്നവരാരാണെങ്കിലും ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പരലോകത്ത് ഭയപ്പെടേണ്ടി വരില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഭയപ്പെടേണ്ടുന്ന ആവശ്യമേ വരില്ല. വലാഹും യഹ്സനൂൻ, മരണാനന്തര ജീവിതത്തിൽ പരലോകത്ത് ചെന്ന് എത്തുമ്പോൾ അവിടെയുള്ള ജീവിതകാലത്ത് ദുനിയാവിൽ ഒരു പരാജയമായിരുന്നു, ദുനിയാവ് അങ്ങനെ ആയിരുന്നെങ്കിൽ മതിയായിരുന്നു, ഇങ്ങനെ ആയതാണ് കുഴപ്പം എന്നവർക്ക് സങ്കടപ്പെടേണ്ടിയും വരില്ല. ഭാവിയും ഭൂതവും ഒരുപോലെ സുരക്ഷിതമായിരിക്കും ആ ഹിദായത്തുള്ളവർക്ക് എന്നർത്ഥം. മറ്റൊരു വചനത്തിൽ സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറഞ്ഞത് ഫമൻ തബിഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ എന്നാണ്. ഫമൻ തബിഅ ഹുദായ ഫലാ യളില്ലു വലാ യശ്ഖാ, ഞാനൊരു ഹിദായത്ത് നൽകാം, ആ ഹിദായത്തിനെ പിന്തുടർന്നവർക്ക് എൻ്റെ അരികിലേക്ക്, സ്വർഗത്തിലേക്ക്, എൻ്റെ മഗ്ഫിറത്തിലേക്ക്, മർഹമത്തിലേക്ക്, എൻ്റെ തൃപ്തിയിലേക്ക്, എൻ്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലേക്ക്, സ്വാലിഹുകളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ കൂട്ടത്തിലേക്ക് ചെന്ന് ചേരാനുള്ള മാർഗത്തിൽ ഒരു ഭ്രംശവും ഒരു അബദ്ധവും ഒരു വഴികേടും അവർക്ക് സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല വലാ യശ്ഖാ, അവർക്ക് കഷ്ടപ്പെടേണ്ടി വരികയും പ്രയാസപ്പെടേണ്ടി വരികയും ചെയ്യുകയില്ല. ഇത്രയും മഹത്തായ 4 ഗുണഗണങ്ങളുള്ള ഹിദായത്ത് നേടിയവരും നേടാൻ ശ്രമിക്കുന്നവരും എന്ന രൂപത്തിൽ നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്തം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ മാതൃകകൾക്ക് നേതൃത്വം വഹിച്ച ആളാണ് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹം തനിക്ക് കിട്ടിയത് തൻ്റെതായി ഒതുക്കി വെക്കുകയോ അതനുസരിച്ച് ജീവിച്ചാൽ മതി, മറ്റാരെങ്കിലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാനായിട്ട് നാട്ടിലൊരു കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കണില്ല, അതങ്ങനെയൊക്കെ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മൗനം പാലിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം തനിക്ക് കിട്ടിയ ഈ മഹത്തായ നിഅമത്തിനെ തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരിലൂടെ പൊതുജനങ്ങളിലേക്ക്, താൻ പങ്കെടുക്കുന്ന എല്ലാ മേഖലകളിലേക്കും നാട്ടുകൂട്ടങ്ങളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കുവാനുള്ള ഭഗീരഥ പ്രയത്നം നടത്തിയവനായിരുന്നു ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാം. അത് സകല പ്രവാചകന്മാരുടെയും പാത തന്നെയായിരുന്നു എന്നത് കൂടുതൽ പ്രാധാന്യമത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതിയുമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രിയപ്പെട്ട വാപ്പയോട് പറയുന്നുണ്ട്, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ.
വാപ്പ, നിങ്ങൾക്ക് എന്നെക്കാൾ ലോകപരിചയമുണ്ട്, അനുഭവമുണ്ട്, പ്രായമുണ്ട്, പക്വതയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ വാപ്പ, നിങ്ങൾക്ക് കിട്ടാത്ത പൊന്നാര വാപ്പ എന്നവർ, പൊന്നാര പിതാവ്, പ്രിയപ്പെട്ട വാപ്പ, എനിക്ക് അങ്ങേക്ക് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി ജീവിതം നയിച്ച, ജീവിച്ചു തീർത്ത, കഷ്ടപ്പെട്ട, എല്ലാ പ്രയാസങ്ങളും സഹിച്ച് എന്നെ വളർത്തിക്കൊണ്ടുവന്ന അങ്ങേക്കൊരു പ്രയാസം നേരിടുന്നത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിഷമമുണ്ടാക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് പൊന്നുവാപ്പ, ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് കേൾക്കണം എന്ന് തുടങ്ങുകയാണ് അദ്ദേഹം. നമ്മളിൽ പലരും ദഅവത്ത് നടത്തുന്നവരാണ്, പ്രവാചകന്മാരാണ്, പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്, തൗഹീദും സുന്നത്തും ഉള്ളവരാണ്, നാട്ടുകാർക്ക് മുഴുവനും ഇത് എത്തിക്കാൻ പരമാവധി പരിശ്രമിക്കുന്നവരുമാണ്. പക്ഷെ നമ്മളിൽ പലരും നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പിന്നോക്കം പോകുന്നത് എന്നത് ശ്രദ്ധേയമായ, വളരെ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന സംഗതിയാണ്. നമ്മുടെ ക്ലാസ്മേറ്റുകളോട്, ജോലി സ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകരോട്, നമ്മുടെ സംഘടനാ പ്രവർത്തകരോട്, നമ്മൾ ഇടപെടുന്ന ഏത് മേഖലയിലും നമ്മൾ മനസ്സിലാക്കിയ പരലോക വിജയത്തിന്റെ നിദാന കാര്യങ്ങൾ പറയാൻ തയ്യാറാകുമ്പോഴും അത് നമ്മെ പോറ്റി വളർത്തിയ, അല്ലെങ്കിൽ നമ്മുടെ സഹായികളായി, സംരക്ഷകരായി, പിൻബലമായി നിന്ന നമ്മുടെ രക്തബന്ധുക്കളോട്, വിശിഷ്യ നമ്മുടെ മാതാപിതാക്കളോട് ഇക്കാര്യത്തിൽ വേണ്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിപ്പുകളും കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നത് നമ്മുടെ മക്കളിൽ നല്ലൊരു വിഭാഗവും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാർമ്മികമായ പരാജയത്തിന്റെ കാരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ മക്കളിലൂടെ പകർന്നു കൊടുക്കാൻ നമ്മൾ വരുത്തിയ വീഴ്ചയോ അലസതയോ അശ്രദ്ധയോ ഒക്കെ കാരണമായിട്ടാണ് നമുക്ക് പലർക്കും നമ്മുടെ മക്കളെ സംബന്ധിച്ച് ആ വിഷമവും സങ്കടവും ഒരു പക്ഷേ ഭയപ്പാടിന്റെ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാകുന്നത് എന്നതുകൂടി ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം ആയാലും, മൂസ അലൈഹിസ്സലാം ആയാലും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയാലും, അവരൊക്കെ തങ്ങൾക്ക് ലഭിച്ച അറിവിനെ, പടച്ചവരുമായി ബന്ധപ്പെട്ട അറിവിനെ, പരലോകവുമായി ബന്ധപ്പെട്ട അറിവിനെ, തൗഹീദിനെ, ശിർക്കിനെ വേർതിരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് സ്വന്തം കുടുംബത്തിൽ നിന്നും രക്തബന്ധുക്കളിൽ നിന്നുമായിരുന്നു എന്നത് ഇക്കാലത്തേറെ പ്രസക്തമായ സംഗതിയാണ്. സഫാ കുന്നിന് മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കയറി നിന്നിട്ട് വാ സ്വബാഹ എന്ന് ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള കാരണമായി വന്നത് പരശുതമ്പുരാന്റെ കൽപ്പന അൻദിർ അശീറത്തക്കൽ അഖ്റബീൻ എന്ന കൽപ്പനയാണ്. മുഹമ്മദ് നബിയെ താങ്കളുടെ അടുത്ത കുടുംബങ്ങളെ താക്കീത് നൽകുക, അവർക്ക് മുന്നറിയിപ്പ് നൽകുക, അവരെ ജാഗരൂകരാക്കുക, അവരെ നിർവഴിയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുക എന്ന കൽപ്പനയാണ് ആ സഫാ കുന്നിന് മുകളിലുള്ള ആ സംഭവത്തിലേക്ക് പശ്ചാത്തലമൊരുക്കിയത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഏതൊരു പ്രവാചകനും മൂസാ കലീമുല്ലാഹി അലൈഹിസ്സലാമക്ക് പ്രവാചകത്വം നൽകിയപ്പോ അദ്ദേഹം പറഞ്ഞത്, പടച്ചവനെ, എന്റെ സഹോദരനെ കൂടി ഒന്ന് പ്രവാചകനാക്കിയാൽ വജഅൽനി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖ്സ്ദുദ് ലിഹി അസ്രി വഅശ്രികുഹു ഫീ അംരി കൈ നുസബ്ബിഹക കസീറൻ വനദ്കുറക കസീറൻ ഇന്നക കുൻത ബിനാ ബസ്വീറാ എന്ന. അല്ലാഹുവേ, നിന്നെ കൂടുതൽ തസ്ബീഹ് ചൊല്ലാനും, നിന്നെ കൂടുതൽ സ്മരിക്കാനും, എനിക്കൊരു പിൻബലമാകാനും എന്റെ കുടുംബത്തിൽ നിന്നൊരു സഹോദരനായ ഹാറൂനിനെ കൂടി പ്രവാചകനാക്കണമേ എന്ന മൂസാ നബിയുടെ പ്രാർത്ഥനയിൽ രക്തബന്ധുക്കളുടെ തൗഹീദും സുന്നത്തും അനുസരിച്ചുള്ള തഖ്വയാർന്ന ജീവിതത്തിൽ പ്രവാചകന്മാർ കാണിച്ചിരുന്ന താല്പര്യം എത്രയായിരുന്നു എന്നത് നമുക്കൊക്കെ വളരെ വലിയ ഗുണപാഠമാവേണ്ടതാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ എവിടെ വെച്ച് വായിച്ചാലും അവിടെയൊക്കെ കാണുക വൈദുകാല ഇബ്രാഹിം ലി അബീഹി ആസറ, വൈദുകാല ഇബ്രാഹിം ലി അബീഹി വഖൗമിഹി. എങ്ങനെ വന്നാലും വൈദുകാല ഇബ്രാഹിം ലി അബീഹി എന്നിടത്താണ് അതിന്റെ തുടക്കം. ഇബ്രാഹിം അലൈഹിസ്സലാം തനിക്ക് ലഭിച്ച എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയത് വാപ്പയോടായിരുന്നു, വാപ്പയോടും പിന്നീട് സ്വന്തം ആളുകളോടുമായിരുന്നു. നമ്മൾ സ്വന്തം ആളുകളോട് ധാരാളമായി കാര്യങ്ങൾ പറയുന്നു, പക്ഷെ ഉമ്മയോടും വാപ്പയോടും, അല്ലെങ്കിൽ ഭാര്യയോട് ഭർത്താവിനോട്, സഹോദരന്മാരോട് സഹോദരിമാരോട്, മക്കൾ വേറെ കുട്ടികളോട് മാത്രം
പറയുന്നതിൽ വിമുഖത കാണിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി. നമ്മൾ പങ്കെടുക്കുന്ന മതപരമായ ഒരു സദസ്സിലും എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ ഭാവി തലമുറയെ അല്ലെങ്കിൽ അനന്തര തലമുറയെ നമുക്ക് കൂടെ കൂട്ടാൻ കഴിയുന്നില്ല, കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അവർ സ്വമേധയാ പങ്കാളികളാകുന്നുമില്ല എന്നത് നമ്മളൊക്കെ വിഷമത്തോടുകൂടി ഓർക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. പിഴച്ചത് എവിടെയാണ്? മക്കൾക്കല്ല എന്ന് സധൈര്യം പറയാം. കൊടുക്കേണ്ടത് ഷാഫി ഇമാം പറയുകയുള്ള ഇന്നമ തഹ്ദീബു ഫി സിഗർ, അച്ചടക്കവും ശീലകോലങ്ങളും ഒക്കെ വളർത്തിക്കൊണ്ടുവരേണ്ടത്, ധർമ്മനിഷ്ഠ അവരിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അവരെ ധർമ്മിഷ്ഠരായി സംസ്കാര സമ്പന്നരായി വളർത്തിക്കൊണ്ടുവരേണ്ടത് അവർ പ്രായം ചെന്നതിന് ശേഷമല്ല. ഇന്നമ തഹ്ദീബു ഫി സിഗർ, അവരുടെ കുഞ്ഞുനാളിലാണ് എന്ന ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ആ ഒരു നിലപാട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിക്കൊണ്ടുവരുന്ന തലമുറകളെ കണ്ടാൽ മനസ്സിലാകും. അദ്ദേഹത്തിന്റെ നമസ്കാര സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പേരമക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ലാസുകൾ നടത്തുന്നിടത്ത് അദ്ദേഹത്തിന്റെ കാലുകളിൽ, അദ്ദേഹത്തിന്റെ മടിത്തട്ടിൽ അദ്ദേഹത്തിന്റെ പേരമക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു, അദ്ദേഹത്തോട് ഏറ്റവും അടുത്തു നിന്നിരുന്നതും ആദ്യം കാര്യങ്ങളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നതും അവരോടായിരുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ് അദ്ദേഹം ദഅവത്ത് ആരംഭിക്കുന്നത്. അദ്ദേഹം ഏതൊരു പ്രവർത്തനം നടത്തുമ്പോഴും അത് ആദ്യം നടപ്പിൽ വരുത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും നിഷ്കർഷിച്ചിരുന്നതും സ്വന്തം കുടുംബത്തിനുള്ളിലായിരുന്നു. ഒരു ഈത്തപ്പഴം എടുത്ത് വായിലിട്ട പേരക്കുട്ടിയോട് അദ്ദേഹം പറയുന്ന അമാ തഴലമു അന്നാലാന ഉക്കുലു സ്വതക്ക എന്നാണ്. അമാ തഴലമു അന്നാലാന ഉക്കുലു സ്വതക്ക. 3 വയസ്സുള്ള ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് വല്യപ്പാക്ക് പറയാനുള്ളത് നമുക്ക് സ്വതക്ക തിന്നാൻ പാടില്ല എന്നല്ല മോനെ, നമുക്ക് സ്വതക്ക കഴിക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിയില്ലേ എന്നാണ്. 3 വയസ്സുള്ള കുഞ്ഞിന് അതിനു മുമ്പേ അത് തിന്നാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിരുന്നു വല്യാപ്പായിരുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നർത്ഥം. നമ്മൾ എന്ത് പറയും? അത് കുട്ടിയല്ലേ എന്ന് പറയും. അങ്ങനെ വായിൽ നിന്ന് ആ ഈത്തപ്പഴം വലിച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞപ്പോൾ വല്യാപ്പയുടെ ഭാവമാറ്റം ജീവിതത്തിൽ ആദ്യമായി കാണാനിടയായ ആ മകൻ ആർത്തലച്ച് കരഞ്ഞു. മകന്റെ ആർത്തലച്ച കരച്ചിൽ കേട്ട് അവന്റെ ഉമ്മ ഫാത്തിമത്ത് താഹിർ റളിയല്ലാഹു അൻഹ കടന്നു വന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നിൽക്കുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ആർത്തലച്ച് കരയുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കാരണം അന്വേഷിക്കുന്നു. അപ്പൊ മകൻ ഉമ്മയോട് പറയുന്നു, എന്റെ വായിലുണ്ടായിരുന്ന ഈത്തപ്പഴം ഇപ്പാപ്പ അടിച്ചു വലിച്ചു പുറത്തേക്കിട്ടു വലിച്ചെറിഞ്ഞു എന്ന്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ നോക്കുമ്പോ മദീന പള്ളിയുടെ ഒരു മൂലയിൽ ഒരുപാട് ഈത്തപ്പഴം ഇങ്ങനെ കൂട്ടിവെച്ചിട്ടുണ്ട്. മറ്റൊരു ഈത്തപ്പഴം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ചോദിച്ചു, വാപ്പാ ഇക്കണ്ട ഈത്തപ്പഴ കൊമ്പിടല്ലേ? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് ദഅവ എന്ന് പറയുന്നത് അങ്ങാടിയിൽ മൈക്ക് കെട്ടി നടത്തുന്ന പണി മാത്രമല്ല, അതവനവന്റെ കുടുംബത്തെ കുഞ്ഞുനാളിൽ കൊണ്ടു നടക്കേണ്ടുന്ന മാർഗമാണെന്ന് ബോധ്യപ്പെടാനാണ് ഞാനിത് പറയുന്നത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, വാപ്പാ ഈ കണ്ട ഈത്തപ്പഴമൊക്കെ ഇവിടല്ലേ? എന്തായാലും ആ കുട്ടി അത് വായിലിട്ടില്ലേ, ഇനി അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റൂലല്ലോ, പിന്നെന്തിനാ ഞങ്ങൾ അത് വലിച്ചെറിഞ്ഞത്? അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പിന്നെ ആലോചിക്കായിരുന്നു. അപ്പൊ വല്യാപ്പാന്റെ വർത്താനം എന്താ പറയാ? മോളെ ഫാത്തിമ, ഞാനത് അവന്റെ വായിൽ നിന്നല്ല എടുത്തു കളഞ്ഞത്, എന്റെ നെഞ്ചിൽ നിന്നാണെന്ന്. സുബ്ഹാനല്ലാഹ്, അത് എന്റെ നെഞ്ചിൽ നിന്നാണ് ഞാൻ എടുത്തു കളഞ്ഞത്. വഇദ്ഖാല ഇബ്രാഹിമു ലി അബീഹി യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, മില്ലത്ത് ഇബ്രാഹിമിനെ പിൻപറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളോട് മാത്രമല്ല, നമ്മളോട് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. നിങ്ങൾ മുഅ്മിനീങ്ങളെ ഇബ്രാഹിമി മില്ലത്താണ് പിന്തുടരേണ്ടത് എന്നത് നമുക്കൊരു സമാധാനത്തോടെ കൂടെ കാണാമെങ്കിലും അതിനുമപ്പുറം അള്ളാഹുവിന്റെ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സുമ്മ ഔഹൈനാ ഇലൈക അൻ ഇത്തബിഅ മില്ലത്ത ഇബ്രാഹിം. സുമ്മ ഔഹൈനാ ഇലൈക അൻ ഇത്തബിഅ മില്ലത്ത ഇബ്രാഹിം. നബി തങ്ങളെ അങ്ങ് പോലും പിന്തുടരേണ്ടുന്നത് അങ്ങയുടെ പ്രപിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാതൃകയാണ്, മില്ലത്താണ്, പരമ്പരയാണ്, ദൗത്യത്തിന്റെ നിർവഹണത്തിൽ അദ്ദേഹമാണ് നമുക്ക് മാതൃക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയപ്പെട്ടവരെ,
എല്ലാ കാര്യങ്ങൾക്കും എതിരെ പ്രവർത്തിക്കുമ്പോഴും എല്ലാവരോടും മാന്യമായി പെരുമാറാൻ, പ്രവർത്തനത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രതിപക്ഷ ബഹുമാനം നിലനിർത്താൻ, ആദരവ് നിലനിർത്താൻ പരമാവധി പരിശ്രമിച്ചിരുന്നു ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിധേയരാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുടെ ശത്രുക്കളല്ല എന്ന് തിരിച്ചറിയുക. അവരോട് ശത്രുതാ മനോഭാവമോ അവരെ ബാധിച്ച് പരാജയപ്പെടുത്തലോ അല്ല നമ്മുടെ ലക്ഷ്യം. നാം ഉൾക്കൊണ്ട നമുക്ക് ലഭ്യമായി എന്ന് നാം വിശ്വസിക്കുന്ന ഈ പരലോകമോക്ഷത്തിന് ആവശ്യമായ വിവരങ്ങൾ മറ്റുള്ളവർ കൂടി പകർന്നു കൊടുത്ത് അവരെ കൂടി നമ്മുടെ വഴിയിൽ പരലോകത്ത് സ്വർഗത്തിലെത്തിക്കാനുള്ള അദമ്യമായ നസ്വീഹത്ത്, ഗുണകാംക്ഷയാണ് പ്രവാചകന്മാർ നിലനിർത്തിയത്. ഖുർആനിൽ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വായിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടെ കാണാം വ അനലക്കും നാസിഹുൻ അമീൻ, വ അനലക്കും നാസിഹുൻ അമീൻ, വ ഇന്നി ലക്കും നാസിഹുൻ അമീൻ. നിങ്ങൾക്ക് ഗുണം വരണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി ഇവിടെ നന്മ നടപ്പിലാക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുക, പിഴവുണ്ടാക്കുക എന്നതല്ല. അതാണ് ആ പദപ്രയോഗങ്ങളിൽ പോലും കാണാവുന്നത്. അറബി ഭാഷാ നിയമമനുസരിച്ച് ഒരു മകന് വാപ്പയെ അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ആദരപൂർണമായ, ഏറ്റവും ബഹുമാനപൂർണമായ, ഏറ്റവും ഭവ്യമായ പദപ്രയോഗമാണ് യാ അബത്തി എന്നത്. യാ അബത്തി എന്നാൽ അതിനിപ്പുറമാണ് യാ ബുനയ്യ എന്ന വിളി. മോനെ എന്നല്ലല്ലോ, പൊന്നുമോനെ എന്നാണ് ആ വിളിയുടെ അർത്ഥം. അതുപോലെ തന്നെ പൊന്നാര വിരാവേ, പൊന്നുപാപ്പ എന്ന അഭിസംബോധന അദ്ദേഹം അങ്ങോളം ഇങ്ങോളം നിലനിർത്തി. ഇത് വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ബൽ ഫഅലഹു കബീറഹും ഹാദാ ഫസ്അലൂഹും ഇൻകാനൂ യൻതിഖൂന. അത് ആ മുമ്പിൽ വലിയ ആളൊക്കെ അവിടെ കഴുത്തിലാണല്ലോ ആയുധം ഇരിക്കുന്നത്, മൂപ്പരോടൊന്ന് ചോദിച്ചു നോക്കാം, അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം, മിക്കവാറും അദ്ദേഹമാവാനാണ് സാധ്യത എന്ന മനുഷ്യന്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ബുദ്ധിയെ തൊട്ടുണർത്തുന്ന സ്നേഹമസൃണമായ സംസാര ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. എന്തൊരു കഥയാണിത്, എന്താണ് നിങ്ങൾ ഈ ആരാധിക്കുന്ന സംഗതികൾ എന്ന സങ്കടത്തോടുകൂടിയുള്ള ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എല്ലാ മേഖലയിലും. അതോടൊപ്പം അദ്ദേഹം തന്റെ ആദർശം, തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നക്ഷത്രാരാധകരെ കണ്ടപ്പോ ഫലമ്മ ജന്ന അലൈഹി ലൈലു റഅ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മ ഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. നക്ഷത്രാരാധകരുടെ ഇടയിൽ പോയി നക്ഷത്രത്തെ കണ്ടപ്പോ എന്നാ ഇത് തന്നെയാണ് എൻ്റെ റബ്ബ്, രക്ഷിതാവ് എന്ന് പറഞ്ഞു. നക്ഷത്രം അസ്തമിച്ചപ്പോ എനിക്ക് അസ്തമിച്ചു പോകുന്ന ആൾക്കാരെ ഇഷ്ടമല്ല കേട്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഇതിനെ ആരാധിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞില്ല, എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ചന്ദ്രനെ കണ്ടപ്പോഴും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സൂര്യ ആരാധകരെ കണ്ടപ്പോഴും അത് തന്നെയാണ് നിലപാട്. അപ്പൊ എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നീ വജ്ജഹത്തു വജ്ഹി ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. എനിക്ക് ഇതോടെ ഇവയൊന്നും ആരാധിക്കുന്നതിൽ താല്പര്യമില്ല. ഈ സംവിധാനങ്ങളെ മുഴുവൻ സംവിധാനിച്ചവനായ റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുകയെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. സൂറത്ത് യൂസുഫിന്റെ 108-ാമത്തെ ആയത്ത്. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ദൗത്യം, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഈ ഒരു ഹിദായത്ത്, തൗഹീദിന്റെ സന്ദേശം, ശിർക്കിനെതിരെയുള്ള ആദർശപരമായ പോരാട്ടം മറ്റുള്ളവർക്കിടയിൽ നിങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക എന്നതാണ്. അതിന് നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ സമൂഹത്തിലെ നിലയും വലയും ബുദ്ധിപരമായ നിലയും മനസ്സിലാക്കി യുക്തിപരമായ നിലയിലായിരിക്കണം. വൽ മൗഇദത്തിൽ ഹസന, നിങ്ങളുടെ പ്രബോധനത്തിന്റെ ഉദ്ദേശം അവരെ നല്ല രൂപത്തിൽ നന്നാക്കിയെടുക്കുക എന്നതായിരിക്കണം. വജാദിൽഹും ബില്ലതി ഹി അഹ്സൻ, ഒരു സംവാദ വ്യവസ്ഥയിൽ പാലിക്കേണ്ടുന്ന എല്ലാ മാനമര്യാദകളും എല്ലാ
ആദര ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അതെങ്ങനെയാണെന്നതിന് ഉദാഹരണമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതെങ്ങനെയായിരുന്നു എന്നതിന്റെ ഉദാഹരണമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിർവഹിക്കാനാണ് നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസ്വീറ, നിങ്ങൾ പ്രഖ്യാപിക്കുക മുഅ്മിനീങ്ങളെ, ഹാദിഹി സബീലി, ഇതാണ് ഞാൻ കണ്ട മാർഗം, ശരിയായ പാത, പ്രമാണബദ്ധമായ പാത, എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട പാത. അദ്ഉ ഇലല്ലാഹി അലാ ബസ്വീറ, വളരെ വ്യക്തതയോടെ ദൃഢബോധ്യത്തോടുകൂടി കൃത്യമായ അറിവോടുകൂടിയാണ് അള്ളാഹുവിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. ഞാൻ മാത്രമല്ല, വമനിത്തബഅനി, ഞങ്ങളൊരു സംഘമുണ്ട്, ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ മാർഗത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ് പരിശുദ്ധൻ. വമാന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഏതായാലും ബഹുദൈവ വിശ്വാസിയാകാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന ഈ ഒരു കൽപ്പന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ളതല്ല. ചുരുക്കത്തില് ഹജ്ജിന്റെ മാസങ്ങൾ വരുമ്പോൾ ഹജ്ജിനെ കുറിച്ച് പഠിക്കുകയും ഹജ്ജിന് പോകാത്തവർക്ക് ഹജ്ജിനെ കുറിച്ച് വെറുതെ ബോധ്യപ്പെടുത്തുകയും എന്നിട്ടൊരു ഉളുഹിയ്യത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നതിൽ അവസാനിപ്പിക്കേണ്ടുന്നതല്ല ഹജ്ജിന്റെ മാസങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. അത് അദ്ദേഹത്തെ പഠിക്കാൻ, അദ്ദേഹത്തിന്റെ മാർഗത്തിലൂടെയാണ് സ്വർഗം മോഹിക്കേണ്ടതും ലക്ഷ്യം വെക്കേണ്ടതും എന്ന് തിരിച്ചറിയാൻ, ആ മാർഗത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ കാലത്തിനനുസൃതമായ മാതൃകകൾ എന്തെല്ലാമാണോ ഉള്ളത് അതെല്ലാം സ്വന്തമാക്കാൻ, എന്നിട്ട് ആ നിലയിൽ, ആ രീതിയിൽ, ആ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയാണ് ഹജ്ജിന്റെ മാസങ്ങളിൽ മില്ലത്ത് ഇബ്രാഹിമെ മനസ്സിലാക്കുന്നതിലൂടെ ഓരോ മുസൽമാനും നേടിയെടുക്കേണ്ടത്. അത്തരമൊരു മില്ലത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി നിലനിൽക്കാൻ, കലിമത്ത് തൗഹീദ് ആത്മാർത്ഥമായി കളങ്കരഹിതമായി ഉൾക്കൊള്ളാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് ഉച്ചരിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് വിട പറയാൻ തൗഫീഖ് നൽകപ്പെടുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വഅത്ബാഇഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസ്സന ഉലൈക റഫീഖ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളായി ജീവിച്ചു മരിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുന്നവരിൽ നമ്മളെയും നമ്മളുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടുന്ന മര്യാദകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളിൽ ചർച്ച ചെയ്തിരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി തെറ്റിദ്ധാരണയില്ലാതെ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, പലപ്പോഴും നമ്മുടെ പള്ളിയിൽ കണ്ടുവരുന്ന നമ്മുടെ സ്നേഹവാത്സല്യങ്ങളുടെ പ്രകടനം എന്നോണം തന്നെ കാണാവുന്ന ഒരു സംഗതിയാണ് നമ്മൾ പലരും നമ്മുടെ കുഞ്ഞുമക്കളുമായാണ് പള്ളിയിലേക്ക് വരുന്നത് എന്നത്. നമ്മുടെ കുഞ്ഞുമക്കളുമായി 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള മക്കളുമായാണ് പള്ളിയിലേക്ക് വരുന്നത് എന്നത് സത്യം. അവരെ ഇബാദത്ത് പഠിപ്പിക്കുക, സമൂഹത്തോട് കൂടെ നടത്തുക, ഇസ്ലാമിന്റെ ശരിയായ രീതി കുഞ്ഞുങ്ങൾക്ക് കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കാനുള്ള മാർഗം എന്ന രൂപത്തിലാണ് സന്ദർഭങ്ങളായി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് അത് കാണാതിരിക്കാൻ വയ്യ. ഈ വിഷയവുമായി പള്ളിയിൽ അവരിങ്ങനെ നമസ്കരിക്കുന്നതിനിടയിൽ ഓടിച്ചാടി കളിക്കുന്നു, സഫുകൾക്കിടയിലൂടെ പോകുന്നു, നമസ്കരിക്കുന്നവരുടെ ചുമലിൽ കടന്നു വെച്ച് അങ്ങോട്ട് ഒരാൾ ചാടുന്നു, പിന്നാലെ അടുത്തയാൾ ചാടുന്നു. ചുരുക്കത്തില് പള്ളിക്ക് കൊടുക്കേണ്ടുന്ന ആദര ബഹുമാനങ്ങൾ കൊടുക്കാൻ അവർക്കറിയില്ല, അവരുടെ പ്രായവും അതല്ല, അവർക്കത് ശീലവുമില്ല. അതേസമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുമ്പോൾ പണ്ഡിതോദ്ധരണികളും കിതാബുകളും ഒക്കെ പ്രാചീനവും പുതിയതുമായ കാലത്തേത് നമ്മളോട് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരമക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലും ചുമലിലുമൊക്കെയായി പേരമക്കൾ നമസ്കരിക്കുമ്പോൾ കൂടെയുണ്ടായിരുന്നു. പക്ഷെ അവരാരും മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിൽ സൊഫുകൾക്കിടയിലൂടെ ഒച്ചയും വിളിയും കൂട്ടുകയോ കൂക്കി വിളിക്കുകയോ ഓടിക്കളിക്കുകയോ ചെയ്തിരുന്നതായി കാണാനില്ല. ആകയാൽ
പള്ളിയിൽ വരുന്ന മക്കൾക്ക് പള്ളിയിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ പഠിപ്പിക്കാനും അത് പാലിക്കാനും തയ്യാറായ മക്കളാണെങ്കിൽ അവരെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല എന്നും, അതെല്ലാം പറഞ്ഞാൽ അനുസരിക്കാത്ത അവരുടെ പ്രായമോ മറ്റോ കാരണമായി അവർക്കത് അടങ്ങിയിരിക്കാത്ത സ്വഭാവക്കാരാണ്, പ്രകൃതിക്കാരാണ് എങ്കിൽ അവരെ പള്ളിയിൽ കൊണ്ടുവരുന്നത് ഹറാമാണെന്നും അതല്ല കറാഹത്താണെന്നും കറാഹത്ത് തെഹരീമാണെന്നും ഒക്കെയാണ് പണ്ഡിതാഭിപ്രായങ്ങളുള്ളത്. ഏതായാലും അത് സുന്നത്താടി എന്നും ഹലാലാണെന്നും അഭിപ്രായപ്പെടുന്ന പണ്ഡിത ലോകത്ത് ആളുകൾ ആരുമില്ല. എങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നമ്മളോടൊപ്പം മടങ്ങിയിരിക്കാൻ മക്കളെ നമ്മൾ പരിശീലിപ്പിച്ചിട്ടില്ല എങ്കിൽ, അത് പാലിക്കാത്ത മക്കളാണെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മ, അങ്ങനെ ഒരു സ്വഭാവം അവരിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത് വരെ മറ്റുള്ളവരുടെ നമസ്കാരങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന, അലോസരമുണ്ടാക്കുന്ന മക്കളാണെങ്കിൽ അത്തരക്കാരെ പള്ളിയിൽ കൊണ്ടുവരാതിരിക്കലാകുന്നു മറ്റുള്ളവരുടെ നമസ്കാരത്തിനും അത് നഷ്ടപ്പെടുത്താൻ ഇടയാകുന്ന കാരണമില്ലാതിരിക്കാനും നല്ലത് എന്നതു മാത്രവുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലൈക്കും ബിസ്സക്കീനത്തി വൽ വഖാർ എന്നാണ്. പള്ളി റബ്ബിന്റെ, അള്ളാഹുവിന്റെ ഭവനമാകുന്നു. അവിടെ പരമാവധി ശാന്തതയും ബഹുമാനവും ആദരവും അംഗീകാരവും നൽകേണ്ടുന്ന സ്ഥലമാകുന്നു. അവിടെ ഒച്ചയും പുളിയും കൂട്ടാവതല്ല. അവിടെ ഒച്ചയും പുളിയും കൂട്ടുക എന്നത് ഇന്നമിന്ന സിറാത്തി സാഅത്തി യുർഫഅൽ അസ്വാത്ത് ഫിൽ മസാജിദ് എന്നാണ് ജാമിഉ തുർമുദിയിൽ കാണുക. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് പള്ളിയിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന കാലം വരിക എന്നത്. അത് എല്ലാ രൂപത്തിലുള്ള ശബ്ദകോലാഹലങ്ങളെയും മതപഠന സംരംഭങ്ങളല്ലാത്ത മറ്റെല്ലാ കാരണങ്ങളെയും ഈ ഒറ്റ പരിപ്രേക്ഷ്യത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു സംഗതി, പള്ളിയിൽ കാണാതെ പോയ സാധനങ്ങൾ അന്വേഷിച്ചു വന്ന ഒരാളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ റജഅല്ലാഹു ഇലൈക, അത് തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്നാണ്. അപ്പൊ അന്തം വിട്ട സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയില്ലേ, അന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളി ഇതിനുണ്ടാക്കിയതല്ല, ഇതൊന്നും പള്ളി പാടില്ലാത്ത സംഗതിയാണ്. പള്ളിയിൽ കച്ചവടം ചെയ്യാൻ ശ്രമിച്ച ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ റബിഹല്ലാഹു തിജാറതക, ഈ കച്ചവടത്തിൽ ലാഭമില്ലാതിരിക്കട്ടെ, നിനക്ക് നഷ്ടം വരട്ടെ എന്ന്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യായം പറഞ്ഞത് ലി അന്നൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളി ഉണ്ടാക്കിയത് ഇതിനൊന്നുമല്ല, അത് ഇബാദത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ആ ആദര ബഹുമാനങ്ങൾക്കും ശാന്തിക്കും സമാധാനത്തിനും തടസ്സമാകുന്നത് യാതൊരാളിൽ നിന്നും പള്ളിയിൽ ഉണ്ടായിക്കൂടാ എന്ന് പ്രത്യേകമായി എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. പള്ളിയിൽ കുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. കുട്ടികളെ കൊണ്ടുവരണം, പക്ഷെ അവർ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുകയോ ഒച്ചയും വിളിയും കൂട്ടുകയോ ചെയ്യുന്ന സ്വഭാവക്കാരാണെങ്കിൽ അവരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അത് ശീലിപ്പിക്കുന്ന കാലം വരെ അവർ പള്ളിയിലേക്ക് കൊണ്ടുവരാതിരിക്കലാണ് ഖൈറായ മാർഗം എന്നാണ് ഈ വിഷയത്തിലെ നിലപാടുള്ളത്. അക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയായ രൂപത്തിൽ ദീനിനെ പഠിക്കാനും ഇബ്രാഹിം മില്ലത്തിനെ കൃത്യമായി ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതം അള്ളാഹു നൽകിയ നശ്വരമായി കാലയളവ് അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള മാർഗങ്ങളിൽ വിനിയോഗിക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവാ പ്രവർത്തനങ്ങളിൽ കൈമയും മറന്ന് പങ്കാളികളാവാൻ ഈ ഒരു ഇബ്രാഹിം മില്ലത്തിന്റെ കാലം നമുക്ക് പ്രചോദനമാകുമാറാവട്ടെ. എവിടെ വെച്ച് എങ്ങനെ മരിക്കുകയാണെങ്കിലും മില്ലത്ത് ഇബ്രാഹിമിന്റെ വക്താവും പ്രയോക്താവുമായി മരണപ്പെട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരോടൊപ്പം കുടുംബസമേതം സ്വർഗം ലഭിക്കുന്നവരിൽ മഹാഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും ഇടം നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ രോഗങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം അർഹമുറാഹിമായ റബ്ബെ മാപ്പാക്കി ശിഫയാക്കി പരിഹരിച്ച് നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ സർവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും ഖബറിടങ്ങളെ വിശാലമാക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ, വിശിഷ്യ ഞങ്ങളുടെ യുവതലമുറയെ ദീനിന്റെ വക്താക്കളും പ്രയോക്താക്കളുമായി, ദീനിനെ അഭിമാനമായി അലങ്കാരമായി കാണുന്ന, ദീനിന്റെ ചിട്ടകളെയും വട്ടങ്ങളെയും ആദരപൂർവ്വം അനുധാവനം ചെയ്യുന്ന യഥാർത്ഥ മുത്തഖികളാക്കി വളർത്തേണമേ റഹ്മാനെ. അള്ളാഹുവേ, നാട്ടിൽ
നടമാടിക്കൊണ്ടിരിക്കുന്ന സകലമാന ദുസ്വഭാവങ്ങൾ ദുഷ്പ്രവൃത്തികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള റാക്കറ്റുകളിലും മാഫിയകളിൽ ഞങ്ങളുടെ മക്കളെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ അന്തസ്സും അഭിമാനവുമുള്ളവരാക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും ഭീഷണികളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ഭീകരതകളിൽ നിന്നും ഈ സമുദായത്തെ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ. രാജ്യത്തിന്റെ അഖണ്ഡതക്കും ഐക്യത്തിനും അനുകൂലമായി പ്രതികരിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി മുസ്ലിമീങ്ങളായി ഞങ്ങളെ മാറ്റിത്തരയണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വ അജ്റി വാലിദീനാ വ അഹ്ലീനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا يا رب العالمين. اللهم اشف أمراضنا وأمراض مرضانا وأمراض من أوصانا بالدعاء يا شافي الأمراض يا رب العالمين. اللهم أجرنا وأجر والدينا وأهلنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.